നമസ്കാരം. കക്കാൻ മടിക്കാത്ത മന്ത്രി, കിട്ടുന്ന പണം തന്നെ തികയാതെ നടക്കുന്ന MLA മാർ. എന്തൊരു വിരോധാഭാസമാണല്ലേ. ഈ MLA മാർ കുറച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് മന്ത്രിമാരാകും. മന്ത്രിമാരായി കഴിഞ്ഞാൽ എന്തും കക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ചിന്താധരണിയിലേക്ക് അവർ ചെല്ലും. അതുമാത്രമല്ല, ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ മന്ത്രിക്ക് എന്തുമാകാം എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഒരു MLA-ക്ക് മാസം എന്ത് കിട്ടും അറിയണോ? അടിസ്ഥാന ശമ്പളം വെറും 2000 രൂപയാണ്. പക്ഷേ പലവക പേരിൽ കയ്യിലെത്തുക എന്ന് പറയപ്പെടുന്ന ഏകദേശം 70,000 രൂപയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഭാഗ്യവാന്മാർ നമ്മുടെ കേരളത്തിലുള്ളവരല്ല, ജാർഖണ്ഡിലെ MLA-മാർ. പ്രതിമാസം അക്കൗണ്ടിലെത്തുക ഏകദേശം 2.9 ലക്ഷം രൂപയാണ്. തൊട്ട് പിന്നിലുള്ളത് തെലുങ്കാനയാണ്, അതിന് പിന്നിൽ മഹാരാഷ്ട്രയുണ്ട്. മഹാരാഷ്ട്രയിലേക്ക് ഒരു 2.5 ലക്ഷം രൂപ വരെ അവരുടെ അക്കൗണ്ടുകളിലേക്കും. ബാക്കി കണക്കുകൾ എന്ന് പറയപ്പെടുന്ന കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു MLA-ക്ക് ഒരു മാസം എന്ത് കിട്ടും? ഇതാണ് ഇപ്പോൾ ജനങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം. എന്തുകൊണ്ടാണ്? വട്ടിയൂർക്കാവ് MLA ആയ VK പ്രശാന്ത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടം ഓഫീസായി ഉപയോഗിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങൾ ഉയർന്നതോടെയാണ് ഈ വിഷയം വീണ്ടും ജനങ്ങളുടെ ചിന്തയിലേക്ക് എത്തിച്ചത്. മുമ്പ് കോർപ്പറേഷന്റെ ശാസ്തമംഗലം കൗൺസിലർമാർ ഉപയോഗിച്ചിരുന്ന ഓഫീസ് തിരുവനന്തപുരം മേയറായിരുന്ന VK പ്രശാന്ത് വട്ടിയൂർക്കാവ് MLA ആയപ്പോൾ സ്വന്തം ഓഫീസിനായിട്ട് വാടകയ്ക്കെടുക്കുകയായിരുന്നു. എന്നാൽ നിലവിലെ കൗൺസിലർ ശ്രീലേഖ ഓഫീസ് വേണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നം പൊതുമധ്യത്തിലേക്ക് എത്തിയത്. പിന്നാലെ കോർപ്പറേഷനിലെ കോൺഗ്രസ് കക്ഷി നേതാവായിട്ടുള്ള ശബരിനാഥനും VK പ്രശാന്ത് ഓഫീസ് ഒഴിയണമെന്ന അഭിപ്രായം സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പക്ഷെ ഒരു പ്രശാന്ത് ഒഴിയണമോ വേണ്ടയോ എന്നുള്ള കാര്യമല്ല. അതവർ അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. ഇവിടെ നമ്മളെ, അതായത് ദരിദ്രർ ഉൾപ്പെടുന്ന പൊതുജനങ്ങളെ സേവിക്കുന്നതിനായിട്ട് ഈ ജനപ്രതിനിധികൾക്ക് നികുതി പണത്തിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യവും സംബന്ധിച്ച കണക്കുകളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആദ്യം തന്നെ ഒരു MLA-ക്ക് ലഭിക്കുന്ന വരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അടിസ്ഥാന ശമ്പളം എന്ന പേരിൽ കേവലം 2000 രൂപ മാത്രമാണ് ഒരു MLA-ക്ക് കിട്ടുന്നത്. ഇത് കേൾക്കുമ്പോൾ തൊഴിലുറപ്പിനേക്കാൾ കഷ്ടമാണല്ലോ പാവങ്ങളുടെ അവസ്ഥ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാൻ വരട്ടെ. ശമ്പളം എന്ന പേരിൽ ഇത്രയേ കിട്ടുന്നുള്ളൂ എങ്കിലും ഇതിന്റെ 35 ഇരട്ടിയിലധികം തുക മറ്റു പല പേരുകളിലായിട്ട് ഇവർക്ക് പ്രതിമാസം ലഭിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ MLA-മാർക്ക് കിട്ടുന്നത് ആദ്യം പറഞ്ഞ അടിസ്ഥാന ശമ്പളം 2000 രൂപ കിട്ടും. പിന്നെ മണ്ഡല അലവൻസ് എന്ന പേരിൽ 25,000 രൂപ കിട്ടും. അടുത്തതായിട്ട് യാത്രാ അലവൻസ് ആണ്. അത് എന്ന് പറയപ്പെടുന്നത് ഏറ്റവും കുറഞ്ഞത് 20,000 രൂപ. കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതലും ലഭിക്കും. ഇനിയാണ് പ്രധാനപ്പെട്ട മറ്റൊരു അലവൻസ് എന്ന് പറയുന്നത് ടെലഫോൺ അലവൻസ്. ഈ ഇനത്തിൽ ഏകദേശം 11,000 രൂപയാണ് ഒരു ജനപ്രതിനിധിക്ക് പ്രതിമാസം ലഭിക്കുന്നത്. 500 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ അൺലിമിറ്റഡ് കോളുകളും ഇന്റർനെറ്റും ഒക്കെ ഉള്ള ഈ കാലത്ത് ഈ തുകയുടെ അടിസ്ഥാനം എന്താണോ എന്തോ ഒരു പിടുത്തമില്ല. 11,000 രൂപ. ഇനി അടുത്തതാണ് ഇൻഫർമേഷൻ അലവൻസ്, 4,000 രൂപ. അടുത്തതായിട്ട് ഓഫീസ് നടത്തിപ്പിനായിട്ട് ഏകദേശം 8,000 രൂപയും പ്രതിമാസം ലഭിക്കുന്നുണ്ട്, ഓഫീസ് നടത്തിപ്പിന് വേണ്ടി മാത്രം. കൂടാതെ അസംബ്ലി സെഷനുകളിൽ പങ്കെടുക്കുമ്പോൾ കേരളത്തിനകത്താണെങ്കിൽ 1000 രൂപയും പുറത്താണെങ്കിൽ 1200 രൂപയും അംഗത്തിന് ലഭിക്കുന്നു. എല്ലാം കൂടി ഏകദേശം ഒരു 70,000 രൂപയാണ് ഒരു MLA-ക്ക് പ്രതിമാസം കയ്യിൽ ലഭിക്കുന്നത്. ഇതിനു പുറമെ KSRTC-യിൽ സൗജന്യ യാത്ര, 20 ലക്ഷം വരെയുള്ള അപകട ഇൻഷുറൻസ്, വാഹനം വാങ്ങുന്നതിനായിട്ട് പലിശയില്ലാതെ 10 ലക്ഷം രൂപയുടെ വായ്പ, വീട് പണിയുന്നതിനായിട്ട് 20 ലക്ഷം രൂപയുടെ വായ്പ, പുസ്തകങ്ങൾ വാങ്ങുന്നതിനായിട്ട് പ്രതിവർഷം 15,000 രൂപ തുടങ്ങിയ ആനുകൂല്യങ്ങളും കേരളത്തിൽ MLA-മാർക്ക് ലഭിക്കുന്നു. ഇതുകൂടാതെ ഇനി 20,000 രൂപ വീതം ശമ്പളം നൽകി 2 ജീവനക്കാരെ നിയമിക്കുന്നതിനായിട്ട് സ്റ്റാഫ് അലവൻസും ലഭിക്കുന്നുണ്ട്. MLA-മാർക്കും കുടുംബത്തിനും പരിധിയില്ലാതെ മെഡിക്കൽ ചെലവ് തുകകൾ റീഇംബേഴ്സ്മെന്റ് ചെയ്യുവാനുള്ള സൗകര്യമുണ്ട്. ഇനി കാലാവധി കഴിഞ്ഞാലോ? അപ്പോഴും ആനുകൂല്യങ്ങൾ അവസാനിക്കുന്നില്ല. 5 വർഷം ജനപ്രതിനിധിയായി പൂർത്തിയാക്കിയവർക്ക് ഏറ്റവും കുറഞ്ഞത് 20,000 രൂപ പെൻഷൻ ലഭിക്കും. 5 വർഷത്തിന് മുകളിലുള്ള ഓരോ വർഷത്തിനും 1000 രൂപ വീതം അധികമായി ലഭിക്കും. അപ്പോൾ 70 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ 3,000 രൂപ കൂടി അധികമായി ലഭിക്കും. ഇങ്ങനെ പരമാവധി ഒരു 50,000 രൂപ വരെ മരണം വരെ പെൻഷനായിട്ട് ലഭിക്കും. MLA മരിച്ചാൽ ഭാര്യയ്ക്കോ ആശ്രിതർക്കോ അവരുടെ മരണം വരെ ഫാമിലി പെൻഷനും ലഭിക്കും. ഇനി ഇതിനൊക്കെ പുറമെ ഈ പഴയ MLA-മാർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപയുടെ റെയിൽ ഫ്യൂവൽ കൂപ്പൺ ലഭിക്കും. ഇപ്പോൾ മനസ്സിലാക്കാമെന്നല്ലോ എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ ജനങ്ങളെ സേവിക്കാൻ ഇത്രയധികം താല്പര്യമെന്ന്. കാരണം 1 ലക്ഷം രൂപയുടെ ഫ്യൂവൽ കൂപ്പൺ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വണ്ടികളിലേക്ക് പെട്രോളോ ഡീസലോ ഒക്കെ അടിക്കുന്നതിന് ഉപയോഗിക്കുന്ന കൂപ്പൺ ഫ്രീ ആയിട്ടാണ്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പറയുമ്പോൾ 2000 രൂപ ശമ്പളം, പക്ഷേ ലഭിക്കുന്നത് ലക്ഷങ്ങൾ. ഇതേപോലെ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലോ അവിടുത്തെ അവസ്ഥ മറ്റൊന്നാണ്. ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കേരളത്തിലെ കണക്കാണ് ഞാൻ മുകളിൽ പറഞ്ഞത്. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിലെ തുകകൾ കേട്ടാൽ കേരളത്തിലെ MLA-മാർ വെറും പാമരന്മാരാണ് എന്ന് നമുക്ക് തോന്നും. കാരണം നമുക്ക് ചില സംസ്ഥാനങ്ങളിൽ MLA-മാർക്ക് ലഭിക്കുന്ന ആകെ തുക കേരളത്തിലെ MLA-മാരുടെ 70,000 രൂപയുമായി തട്ടിച്ചു നോക്കിയാൽ കഷ്ടമാണ്. ആദ്യം തെലുങ്കാനയും മഹാരാഷ്ട്രയും നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2.5 ലക്ഷം രൂപയാണ് ഒരു MLA-ക്ക് പ്രതിമാസം ലഭിക്കുന്നത്.
കേരളത്തിലെ MLA പ്രതിമാസ വേതനത്തെക്കാൾ 3 ഇരട്ടിയിലധികം. ഇനി ഡൽഹിയിൽ നോക്കിയാലോ, അവിടെ 2.1 2,10,000 രൂപ പ്രതിമാസം ലഭിക്കുന്നു. ഉത്തർപ്രദേശിൽ 1,87,000 രൂപ, ഹിമാചൽ പ്രദേശിൽ 2 ലക്ഷം. എന്നിങ്ങനെയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കണക്ക് എന്ന് പറയപ്പെടുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ MLA മാർക്ക് ലഭിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കവും ദരിദ്രവുമായിട്ട് സംസ്ഥാനമായിട്ട് ജാർഖണ്ഡിലാണ് ഏറ്റവും തുക കൂടുതൽ കിട്ടുന്നത്. 2,90,000 രൂപ ഒരു MLA പ്രതിമാസ അലവൻസ്. കേരളത്തിലേക്കാൾ 4 ഇരട്ടി കൂടുതൽ. അതായത് എല്ലായിടത്തും നമ്പർ 1 എന്ന് പറയപ്പെടുന്ന കേരളം ഇക്കാര്യത്തിലെങ്കിലും ഇന്ത്യയിൽ വളരെ പുറകിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി MLA-മാരുടെയും MP-മാരുടെയൊക്കെ ശമ്പളത്തെ ഒന്ന് തട്ടിച്ചു നോക്കിയാലോ. MLA-മാരെ പോലെ MP-മാരും നമ്മുടെ ജനപ്രതിനിധികളാണല്ലോ. അവരുടെ ആനുകൂല്യങ്ങൾ കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പാർലമെന്റ് MP-മാർക്ക് പ്രതിമാസം ഏകദേശം 2.86 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. യാത്രാ ചെലവുകൾ അതത് സംസ്ഥാനം ഡൽഹിയുമായിട്ടുള്ള അകലമനുസരിച്ച് കൂടുതൽ ലഭിക്കും. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും MP-മാർക്കാണ് അത്തരത്തിൽ കൂടുതൽ യാത്രാബത്ത ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് വരുമാനമായി കാണാൻ കഴിയില്ല. കാരണം വിമാന ടിക്കറ്റ് നിരക്കെല്ലാം ദൂരത്തിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. ഇനി പഞ്ചായത്തുകളിലെ മുനിസിപ്പാലിറ്റികളുടെ അവസ്ഥയോ, ഇപ്പോൾ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളുടെ കാര്യം കൂടി ഒന്ന് പരിശോധിച്ച് നോക്കൂ. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് കേരളത്തിൽ ശമ്പളമില്ല എന്നതാണ് വസ്തുത. അവർക്ക് ഓണറേറിയം എന്ന പേരിലുള്ള പ്രതിമാസം തുക അനുവദിക്കുന്നു. അതിന്റെ നിരക്കുകൾ എന്ന് പറയപ്പെടുന്നത്, ഇപ്പൊ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിനാണെങ്കിൽ 13,200 രൂപയാണ്. ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിന് 13,200 രൂപയാണ്. വൈസ് പ്രസിഡന്റിന് 10,600 രൂപ. ഇനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണെങ്കിൽ 8,200 രൂപ, അംഗങ്ങൾക്ക് 7,000 രൂപ. ഇതാണ് അവിടുത്തെ പഞ്ചായത്തിലെ തുക നിലവാരം. അപ്പോൾ ഇതൊക്കെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം നിരവധി തവണ ഉയർന്നിരുന്നുവെങ്കിലും നിലവിൽ ഇതുവരെ ഇതൊന്നും പരിഗണിച്ചിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റിന് 14,600 രൂപ, വൈസ് പ്രസിഡന്റിന് 12,000 രൂപ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ 9,400 രൂപ, അംഗങ്ങൾക്ക് 8,800 രൂപ. ഇത് ബ്ലോക്ക് പഞ്ചായത്തിലാണ്. ഇനി ജില്ലാ പഞ്ചായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രസിഡന്റിന് 15,800 രൂപ, വൈസ് പ്രസിഡന്റിന് 13,200 രൂപ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണിന് 9,400 രൂപ, അംഗങ്ങൾക്കെല്ലാം 8,800 രൂപ. ഇതാണ് ജില്ലാ പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കണക്കുകൾ. മുനിസിപ്പാലിറ്റിയിൽ പോയാൽ ചെയർപേഴ്സണ് 15,600 രൂപ, മുനിസിപ്പാലിറ്റിയിലേക്ക് പോയാൽ ചെയർപേഴ്സണ് 15,600 രൂപ, വൈസ് ചെയർപേഴ്സണ് 12,000 രൂപ, കൗൺസിലർമാർക്ക് 8,600 രൂപ എന്നിങ്ങനെയാണ് അവിടെ ലഭിക്കുന്നത്. കോർപ്പറേഷനിലാണെങ്കിൽ മേയർക്ക് 16,800 രൂപ, ഡെപ്യൂട്ടി മേയർക്ക് 13,200 രൂപ, കൗൺസിലർമാർക്ക് 9,200 രൂപ എന്നിങ്ങനെയാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതുകൂടാതെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഓരോ യോഗത്തിനും ഒരു 250 രൂപ വീതം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത്, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ജനപ്രതിനിധികൾക്ക് താരതമ്യേന കുറഞ്ഞ അലവൻസുകളാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അവരുടെ ജോലിയും ഇടപെടലുകളും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ഫലപ്രദവുമാണ് കേരളത്തിൽ എന്നുള്ള കാര്യത്തിലും തർക്കിക്കാൻ നമ്മളില്ല. പക്ഷേ ഇങ്ങനെ ലഭിക്കുന്നുണ്ട്. 2,000 രൂപയാണ് ഒരു MLA-യുടെ ശമ്പളം എന്ന് പറയപ്പെടുമ്പോൾ കയ്യിൽ ലഭിക്കുന്നത് 70,000-ലധികം രൂപ. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതല്ലേ, കക്കാൻ ശ്രമിക്കുന്ന മന്ത്രിയാകുന്നത് എപ്പോഴാണ് ഇവരെല്ലാവരും? നമ്മൾ കണ്ടതാണല്ലോ, സ്വർണ്ണക്കൊള്ളയടക്കം മന്ത്രിമാർക്കടക്കം പങ്കുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അവരവരുടെ പദവി ഇരിക്കുന്നുണ്ടാണ്. ആ പദവി ഉള്ളത് കൊണ്ട് മാത്രമാണ് കള്ളന്മാരാകാൻ പെട്ടെന്ന് കഴിയുന്നത്. ആരും പിടിക്കില്ല, പക്ഷെ പിടിക്കുമ്പോൾ അടപടലം പിടിക്കുമെന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിലാണെങ്കിലും കഴിഞ്ഞ മുൻ ഗവൺമെന്റുകളുടെ കാലത്തിലെ മന്ത്രിമാർക്കെല്ലാം ഇപ്പോൾ മുട്ടിടിയാണ്. കാരണം എപ്പോഴാണ് അറസ്റ്റ് ഉണ്ടാകുന്നത് എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് കക്കാൻ മടിക്കാത്ത മന്ത്രിമാരാണ് കൂടെയുള്ളവർ. MLA-മാരായി കുറച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് എക്സ്പീരിയൻസ് ആകുമ്പോൾ മന്ത്രിമാരാക്കുന്നവരെ. മന്ത്രിമാരായി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്തും ചെയ്യാം. ഇപ്പോൾ കക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് കക്കാൻ കഴിയും. അപ്പോൾ ഏറ്റവും നല്ല കള്ളന്മാരായി മാറുന്ന ചിലരെങ്കിലും ഉണ്ട് ഈ മന്ത്രിസഭയിലും, എല്ലാ മന്ത്രിസഭകളിലും. എല്ലാ മന്ത്രിസഭകളിലെ ക്യാബിനറ്റുകളിലെ മാത്രമല്ല, ജനപ്രതിനിധികളാകുന്നവരടക്കം അത്തരത്തിലുള്ള കള്ളന്മാരുണ്ട് എന്നാണ്. ജനങ്ങൾ മനസ്സിലാക്കുന്ന പോലെയല്ല, ജനങ്ങൾ തിരിച്ചറിയുക. ഇവർക്ക് ലഭിക്കുന്നത് തുലോം കുറവാണ് എന്ന് വിശ്വസിക്കരുത്. ഇവർക്ക് ഇതിലപ്പുറം ലഭിക്കുന്നുണ്ട്. ശമ്പളം എന്ന് പറയപ്പെടുന്ന ഇതാണെങ്കിൽ കിമ്പളം എന്ന് പറയപ്പെടുന്നത് എത്രയോ ഇരട്ടിയാണ്.